നോളജ് വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ +1 ഫസ്റ്റ് ചാപ്റ്ററായ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലെ പ്രോബ്ലംസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇനിയുള്ള വീഡിയോസിലെല്ലാം ഇതുപോലെ തന്നെ അടുത്ത ചാപ്റ്റേഴ്സുകളുടെ ഓരോരോ ചാപ്റ്റേഴ്സുകളുടെയും ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് എൻട്രൻസ് എഴുതാൻ കുറേ പേര് നിൽക്കുന്നുണ്ടോ, അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കി. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ആണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കി. ഈ ഫോഴ്സ് F ആൻഡ് വെലോസിറ്റി V ആൻഡ് ടൈം T ആർ ടേക്കൺ ആസ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ദെൻ ദ ഡയമെൻഷൻ ഓഫ് മാസ് ആർ. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? മാസിൻ്റെ ഡയമെൻഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻസ് എന്താ തന്നേക്കുന്നത്? എഫ് ബി ടി റേസ് ടു -1, എഫ് ബി ടി റേസ് ടു -2, എഫ് ബി റേസ് ടു -1 ടി റേസ് ടു -1, എഫ് ബി റേസ് ടു -1 ടി. ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചേക്കുന്നത്. ഒന്നാമത്തെ എന്തായിരുന്നു? കറക്റ്റ്നെസ്, ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്തിരുന്നത്? രണ്ടാമത്തെ എന്താ പഠിച്ചിരുന്നത്? ജനറൽ ഫോം ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ ഒരു സിസ്റ്റത്തിനെ മറ്റൊരു സിസ്റ്റത്തിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അതിൽ രണ്ടാമത്തേത്, അതായത് ഗെറ്റിംഗ് ദ ജനറൽ ഫോം ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു നമ്മളത് ചെയ്തിരുന്നത്? ഇവിടെ എന്താ പറയണത്? മാസ്സാണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയണേ. അപ്പോൾ മാസ് M എന്ന് പറയുന്നത് ഈസ് പ്രപ്പോർഷണൽ ടു എന്തിന് പ്രപ്പോർഷനാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഫോഴ്സ്, വെലോസിറ്റി ആൻഡ് ടൈം അല്ലേ. അപ്പോൾ ഫോഴ്സ്, വെലോസിറ്റി, ടൈം എന്ന് എഴുതി. ഇതിനെല്ലാത്തിനും നമുക്കൊരു പവർ കൊടുക്കാം. റേസ് ടു A, റേസ് ടു A, റേസ് ടു B, റേസ് ടു C. അടുത്ത് എന്താ ചെയ്യേണ്ടത്? പ്രപ്പോർഷണാലിറ്റി സൈൻ നമുക്ക് മാറ്റണം. അപ്പോൾ M ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ചേർക്കണമല്ലോ. അപ്പോൾ K ഇൻറ്റു F റേസ് ടു A, B റേസ് ടു B, T റേസ് ടു C. ഇനി ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. എന്നാൽ ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്, അപ്പോൾ ഇത് നമ്മുടെ സ്റ്റെപ്പ് 1 ആണ്. നമ്മുടെ സ്റ്റെപ്പ് 1. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2ൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ എഴുതിയേക്കുന്ന ഓരോ ടേമുകളുടെയും ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം അല്ലേ. ഫൈൻഡ് ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നായിട്ട് എഴുതി കാണിച്ചു തരുന്നത്, ഓരോ സ്റ്റെപ്പായിട്ട് എഴുതി കാണിച്ചു തരുന്നത്. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേം. ഓരോ ടേമിൻ്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഡയമെൻഷൻ ഓഫ് M എന്താ? M തന്നെയാണ്. മാസിൻ്റെ ഡയമെൻഷൻ M തന്നെയാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താ? ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്. ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ എന്താ ഇക്വേഷൻ? എന്താ? ഫോഴ്സിൻ്റെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. നമുക്കറിയാലോ F ഇസ് ഈക്വൽ ടു MA ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? മാസിൻ്റെ M, ആക്സിലറേഷൻ്റെ LT റേസ് ടു -2. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താ? MLT റേസ് ടു -2 ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ ആരെയും കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി. ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി. എങ്ങനെ നമ്മൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക? നമുക്കറിയാമല്ലോ വെലോസിറ്റി ഡയമെൻഷൻ എന്ന് പറയുന്നത് M0LT റേസ് ടു -1. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അതായത് L/T എന്ന് വരും. ടീനെ മുകളിലേക്ക് എടുക്കുമ്പോൾ T റേസ് ടു -1 വരും. അങ്ങനെയാണ് LT റേസ് ടു -1 എന്ന് പറയുന്നത്. ഇനി M റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ് അല്ലേ. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡയമെൻഷൻ ഓഫ് T. ടിയുടെ ഡയമെൻഷൻ നമുക്ക് അറിയാലോ, ടൈം പീരീഡ് ആണ് തന്നെയാണ്. ടിയുടെ ഡയമെൻഷൻ എന്താ? T തന്നെയാണ് ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. ഈ ഡയമെൻഷൻസിൻ്റെ വാല്യൂസ് എല്ലാം ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ എങ്ങനെ വരും? L0 എന്ന് പറഞ്ഞാൽ L റേസ് ടു 0 എന്ന് 1 ആണ്. T റേസ് ടു 0 എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ L റേസ് ടു 0, T റേസ് ടു 0 എന്ന് 1 ആണല്ലോ. അപ്പോൾ M ഇൻറ്റു 1 M തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഈസ് ഈക്വൽ ടു എഫിൻ്റെ സ്ഥാനത്ത് ഞാൻ കൊടുക്കുകയാണ്. എഫിൻ്റെ സ്ഥാനത്തുള്ള ഡയമെൻഷൻ ഏതാ? M L T റേസ് ടു -2.
അതിൻ്റെ പവർ എന്താ? റേസ് ടു എ എന്നാണല്ലോ ഇവിടെ ഇട്ടേക്കുന്നത്. റേസ് ടു എ എന്ന് എഴുതി. വെലോസിറ്റിയുടെയോ എം 0 എൽ ടി റേസ് ടു -1. അതിൻ്റെ പവർ എഴുതാലോ, ബി എന്ന് ഞാൻ ഇട്ടു. ടിയുടെയോ എം 0 എൽ 0 ടി റേസ് ടു 1 ആണല്ലോ. ടി റേസ് ടു ഇവിടെ സി എന്നിട്ടു. മനസ്സിലായല്ലോ? ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ ആദ്യം തന്നെ തന്നേക്കുന്ന പോലെ ഇക്വേഷൻ ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ ഓരോ സ്റ്റെപ്പ് 2 ഓരോന്നിൻ്റെ ഡയമെൻഷൻസ് എഴുതി ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യുന്നത്? സ്റ്റെപ്പ് 3 നമ്മൾ ഹോമോജിനിറ്റി അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 3 അപ്ലൈ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യും. അതിന് വേണ്ടിയിട്ട് അപ്പോൾ സ്റ്റെപ്പ് 3 അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? കമ്പയർ ദ പവേഴ്സ് ഓഫ് എമ്മിൻ്റെ പവേഴ്സുകൾ നമ്മൾ ആദ്യം തന്നെ കമ്പയർ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യേണ്ടത് ഇപ്പം എമ്മിൻ്റെ പവർ, ഇവിടെയുള്ള എമ്മിൻ്റെ പവറുകൾ ആദ്യം കമ്പയർ ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ എങ്ങനെ കമ്പയർ ചെയ്യുക? അപ്പോൾ എമ്മിൻ്റെ പവർ എന്ന് പറയുമ്പോൾ ഇവിടെ എം റേസ് ടു 1 അല്ലേ. അപ്പോൾ 1 ഈക്വൽ ടു ഇവിടെയോ എം റേസ് ടു എ ആണല്ലോ. കാരണം എന്താ? അവിടെ എം എൽ ടി റേസ് ടു -2 ഹോൾ റേസ് ടു എ എന്നാണ് നമ്മൾ എഴുതിയേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് എമ്മിനും എല്ലിനും ടിക്കും ബാധകമാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? അപ്പോൾ എം റേസ് ടു എ, എല്ലിനാണെങ്കിൽ ഇതിനെങ്ങനെ എൽ റേസ് ടു എ, ടിക്കാണെങ്കിലോ ടി റേസ് ടു -2 ഇൻറ്റു എ എന്ന് വരും. അപ്പോൾ ഇവിടെ ഇതാ ഇനി ഇവിടുത്തെ എമ്മിൻ്റെ പവർ കമ്പയർ ചെയ്യുമ്പോഴോ എം റേസ് ടു 0 അല്ലേ. 0 ഇൻറ്റു പി എന്ന് പറയുമ്പോൾ 0. ഇവിടുത്തെ എം റേസ് ടു 0 ഇൻറ്റു സി എന്ന് പറയുമ്പോൾ എം റേസ് ടു 0 ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 1 ഈസ് ഈക്വൽ, ഇനി എ റേസ് ടു എമ്മിൻ്റെ എ റേസ് ടു എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പോൾ എം റേസ് ടു എ പ്ലസ് 0 ആണല്ലോ. അപ്പോൾ അതായത് 1 ഇസ് ഈക്വൽ ടു എ എന്ന് നമുക്ക് കിട്ടി. ഞാനിതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതി. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ കമ്പയർ പവേഴ്സ് ഓഫ്, ഇനി ആരുടെ എം കഴിഞ്ഞാൽ എല്ലിൻ്റെ പവേഴ്സുകൾ കമ്പയർ ചെയ്യാം. എല്ലിൻ്റെ പവറുകൾ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഏതാ? എൽ റേസ് ടു 0 ഇസ് ഈക്വൽ ടു ഇവിടെ എല്ലിൻ്റെ പവർ എത്രയാണ്? എൽ റേസ് ടു എ ആണല്ലോ. അപ്പോൾ എൽ റേസ് ടു എ. ഇവിടെ എല്ലിൻ്റെ പവർ എത്രയാണ്? എൽ റേസ് ടു ബി. ഇവിടെ എല്ലിൻ്റെ പവറോ എൽ റേസ് ടു 0 ആണല്ലോ. അപ്പോൾ നോക്കി എൽ റേസ് ടു 0 ഇസ് ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഫോമിൽ നമുക്ക് കാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ എ പ്ലസ് ബി എന്ന് വരും. അതായത് 0 ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. നമ്മൾ കമ്പയർ ചെയ്യുന്നത് പവേഴ്സുകളല്ലേ. അപ്പോൾ 0 ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് വരും. ആണല്ലോ. അതായത് എ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്താണ്? -b ആണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. നമുക്ക് ഇവിടെ അറിയാം ബട്ട് എ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് എയുടെ സ്ഥാനത്ത് 1 കൊടുക്കാം. എ ഈസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് 0 ഈസ് ഈക്വൽ ടു എയുടെ സ്ഥാനത്ത് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് ബി ഓർ ബി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു -1. ഇപ്പം നോക്കി, ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇപ്പം നോക്കി നമുക്ക് എത്ര വാല്യൂസ്, ഇപ്പോൾ എക്ക് എന്താ നമുക്ക് കിട്ടിയാണ് വാല്യൂ? എ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ബിക്ക് നമുക്ക് എന്താ കിട്ടിയേക്കണേ? ബി ഈക്വൽ ടു -1 എന്ന് കിട്ടി. ഇനി അടുത്ത ആരെയാണ് നമ്മൾ കമ്പയർ ചെയ്യണ്ടേ? കമ്പയർ പവേഴ്സ് ഓഫ് ടിയുടെ പവറുകളെ കമ്പയർ ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയേ ടി റേസ് ടു 0 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് ആവുമ്പോഴോ ടി റേസ് ടു -2 ഇൻറ്റു എ എന്നാണ്. ഇത് -2a എന്ന് വരും. ഇവിടെ ടി റേസ് ടു -b എന്ന് വരും. -1 ഇൻറ്റു ബി. ഇവിടെയോ ടി റേസ് ടു സി ആണ് വരുന്നത്. അതായത് ടി റേസ് ടു 0 ഇസ് ഈക്വൽ ടു ടി റേസ് ടു
2a minus b plus c ആണല്ലോ. അതായത് 0 ഈക്വൽ ടു -2a മൈനസ് ബി പ്ലസ് സി എന്ന് വരും. ഇനി നമുക്കറിയാം നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ ബട്ട് a ഈക്വൽ ടു 1 b ഈക്വൽ ടു -1. therefore ഇതെന്ത് വരും, ഇക്വേഷൻ എന്ത് വരും, 0 ഈക്വൽ ടു -2 ഇൻറ്റു 1 മൈനസ് ബിയുടെ സ്ഥാനത്ത് എന്താ വരുന്നത്, -1 ആണ്. -1 പ്ലസ് സി, അതായത് 0 ഈക്വൽ ടു -2 ഇൻറ്റു 1 -2 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 പ്ലസ് സി എന്ന് വെച്ചാൽ -2 പ്ലസ് 1 എത്രയാ, -1 ആണ്. അപ്പോൾ 0 ഈക്വൽ ടു -1 പ്ലസ് സി ഓർ സി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ എത്ര കിട്ടി, 1 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 3 കഴിഞ്ഞു. അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ ആദ്യം തന്നെ ഒരു ഇക്വേഷൻ എഴുതി, അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 2 നമ്മൾ അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചു. സ്റ്റെപ്പ് 3 നമ്മളൊരു ഹോമോജിനിറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്തു. അതായത് അത് വെച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇക്വേഷൻസ് കമ്പയർ ചെയ്തു. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് നമ്മൾ എയും ബിയും സിയും കണ്ടുപിടിച്ചു. സ്റ്റെപ്പ് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഓഫ് ഏതാ എ ബി സി ഇൻ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ എയും ബിയും സിയും കിട്ടി. ഇനി നൗ സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂസ് ഓഫ് എ ബി ആൻഡ് സി ഇൻ ഏതിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ 1 ഏതായിരുന്നു നമ്മുടെ ഇക്വേഷൻ 1 എന്ന് പറയുന്നത്, ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ എം ഇസ് ഈക്വൽ. ഇക്വേഷൻ 1 ഞാൻ ഒന്നുകൂടി എടുത്തെഴുതാം. ഇക്വേഷൻ 1 എന്തായിരുന്നു, എം ഈക്വൽ ടു ഇവിടെ എന്തായിരുന്നു, കെ എഫ് റേസ് ടു എ അല്ലേ, കെ ഇൻറ്റു എഫ് റേസ് ടു എ വി റേസ് ടു ബി ടി റേസ് ടു സി, അങ്ങനെയല്ലായിരുന്നു നമ്മുടെ ഇക്വേഷൻ, വി റേസ് ടു ബി ടി റേസ് ടു സി. ഇക്വേഷൻ 1 ഞാനൊന്ന് എടുത്ത് എഴുതിയതാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എ എത്രയാണെന്ന് നമുക്ക് കിട്ടിയേക്കണേ, 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എ ഈക്വൽ ടു 1 ആണ്, ബി ഈക്വൽ ടു -1 ആണ്, സി ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്, 1 ആണ്. സി ഈസ് ഈക്വൽ ടു 1 എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, എം ഈക്വൽ ടു ഈ പവറുകളുടെ എയുടെ സ്ഥാനത്ത് അതിൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ എഫ് ഇൻറ്റു എഫ് റേസ് ടു എ എന്ന് പറയുന്നത് എയുടെ സ്ഥാനത്ത് 1 വരും. ബിയുടെ സ്ഥാനത്തോ ബിയുടെ സ്ഥാനത്തോ -1 വരും. ടിയുടെ സ്ഥാനത്തോ ടി റേസ് ടു സിയുടെ സ്ഥാനത്തോ 1 വരും ആണല്ലോ. അപ്പോൾ എം എന്ന് പറയുന്നത് കെ എഫ് വി റേസ് ടു -1 ടി എന്നാണ്. നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇനി നമ്മുടെ ഓപ്ഷനായിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഇക്വേഷൻ കിട്ടുന്ന ഈ ഒരു വാല്യൂ കിട്ടുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കി. ഇക്വേഷൻ വരുന്നത് എഫ് വി റേസ് ടു -1 അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ ഡി ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലായല്ലോ, വളരെ സിമ്പിളാണ്. നമ്മൾ എന്താ ചെയ്തെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് തന്നെ നമ്മൾ അതിനൊരു ജനറൽ ഇക്വേഷൻ എഴുതി, അതിനുശേഷം നമ്മൾ അതിൻ്റെ ഓരോന്നിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിച്ചു. ഈ ഡയമെൻഷൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോന്നിൻ്റെയും പവേഴ്സിനെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. എമ്മിൻ്റെ പവറിനെ കമ്പയർ ചെയ്തു, അതിൽ നിന്ന് നമ്മളൊരു വാല്യൂ എ കണ്ടുപിടിക്കാം. എല്ലിൻ്റെ പവറുകൾ കമ്പയർ ചെയ്തു, അതുപോലെ തന്നെ ടിയുടെ പവറുകൾ കമ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് എയും ബിയും സിയും കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിൾ മാത്സ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം കിട്ടിയേക്കുന്ന എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇതിനെ നമുക്ക് സ്റ്റെപ്പ് 4 എന്ന് വിളിക്കാം. അപ്പോൾ ഈ 4 സ്റ്റെപ്പ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതുള്ളൂ. സെക്കൻഡ് പ്രോബ്ലം പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എച്ച്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം സി, ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ജി ആർ 3 ഫണ്ടമെന്റൽ കോൺസ്റ്റന്റ്സ്. Which of the following combinations of these has a dimension of length? ഇതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നേരത്തെ ചോദിച്ച അതേപോലത്തെ പാറ്റേണിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ. എന്തൊക്കെ തന്നിട്ടുള്ളത്, എച്ച് തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്, ജി തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞേക്കണേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പിനേഷൻസ് ഓഫ് ദീസ് ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ലെങ്ത്. എല്ലാം വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത് കമ്പയർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം, സൊല്യൂഷൻ എങ്ങനെയാണ് നമുക്ക് എഴുതാം. എൽ എന്ന് പറയുന്നത്
പ്രപ്പോർഷണൽ ടു എൽ എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു ഏതാ എച്ച്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എച്ച്, അതുപോലെ തന്നെ സി തന്നിട്ടുണ്ടല്ലോ സി, പിന്നെ ഏതാ ജി. ഇതിനെല്ലാം നമ്മൾ റേസ് ടു എ ബി സി എന്ന് കൊടുത്തു പവറുകൾ. ഇനി പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈക്വൽ ടു സൈൻ ചെയ്തു. കെ എച്ച് റേസ് ടു എ സി റേസ് ടു ബി ജി റേസ് ടു സി. ഇതാണല്ലോ നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞത്. നമ്മൾ ചെയ്ത നമ്മുടെ സ്റ്റെപ്പ് 1. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി സ്റ്റെപ്പ് 2 നമ്മൾ എന്താ ചെയ്തത്, നമ്മളിവിടെ എന്താണ് സ്റ്റെപ്പ് 2 ചെയ്ത്, ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം. ഓരോ ടേമിൻ്റെ ഇനി അടുത്ത് ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ സ്റ്റെപ്പ് 2 ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എഴുതുന്നത്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നൊന്നും എഴുതേണ്ട ആവശ്യം, ഒറ്റയടിക്ക് നിങ്ങൾക്കത് ചെയ്തു പോകാവുന്നുള്ളൂ. സ്റ്റെപ്പ് 2ൽ നമ്മൾ എന്ത് എഴുതും, ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം. ഇനി ഇതിൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ എങ്ങനെയാണ്, ഡയമെൻഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എങ്ങനെയാണ് കാണുന്നത്, ഞാനിവിടെ റഫായിട്ട് ഇവിടെ ചെയ്യാണ്. നമുക്കറിയാം ഇ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഡയമെൻഷൻ ഓഫ് എന്തിൻ്റെ ഡയമെൻഷനാണ് നമുക്ക് കാണേണ്ടത്, ആദ്യം ഓഫ് എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എല്ലിൻ്റെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ, എൽ തന്നെയാണ്, ക്യാപിറ്റൽ ലെറ്റർ എൽ തന്നെയാണ്. ഡയമെൻഷൻ ഓഫ് എച്ച് എന്ന് പറയുന്നതോ, അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ. ഇനി അതിൽ നിന്ന് എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പം എച്ച് ആണ് നമുക്ക് അതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എച്ചിനെ മാത്രം ഞാൻ അവിടെ നിർത്തി. എന്നിട്ട് ഈ ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണല്ലോ, ബൈ ന്യൂവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പം ഇ ബൈ ന്യൂ എന്നായി. എനർജിൻ്റെയും വർക്കിൻ്റെയും ഒക്കെയും ഡയമെൻഷൻസും യൂണിറ്റും സെയിം ആണ്, നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ അത്. അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ എന്താ, ഇപ്പോൾ വർക്കിൻ്റെ കേസിൽ വർക്കിൻ്റെ ഇക്വേഷൻ എന്താ, വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ. ഫോഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു, ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അതായത് എം എൽ ടി റേസ് ടു -2, മാസ് ഇൻറ്റു ആക്സിലറേഷൻ എൽ ടി റേസ് ടു -2. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആണെങ്കിലോ എൽ ആണല്ലോ. അപ്പോൾ നമുക്കിതിന് മൊത്തത്തിൽ എങ്ങനെ എഴുതാം, എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ് ഏതിൻ്റെ, എനർജിയുടെ അല്ലെങ്കിൽ വർക്കിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എച്ചിൻ്റെ ഡയമെൻഷൻ, ഇനി നമുക്ക് അടുത്ത ആരുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം, ന്യൂവിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. അതായത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്താണ്, നിങ്ങൾ പഠിച്ചിട്ട് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t ആണ്, ടൈം പീരീഡ് ആണ് അല്ലേ, 1/t ആണ് ടൈം പീരീഡ്. ടീൻ്റെ ഡയമെൻഷൻ എന്താ, 1/T തന്നെ. അതിന് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് വരും, അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്ത് വരും, ടി റേസ് ടു -1 എന്ന് വരും ആണല്ലോ. അപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എച്ച് ഇസ് ഈക്വൽ ടു ഇ ബൈ ന്യൂ ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം, ഇ ബൈ ന്യൂന് എം കിട്ടിയാണ്, എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ബൈ ഫ്രീക്വൻസിയുടെ ടി റേസ് ടു -1. ഈ ടി റേസ് ടു -1നെ ഞാൻ മുകളിലേക്ക് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും, അത് എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ടി റേസ് ടു -1നെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് വരുമ്പോൾ +1 ആവും. അപ്പോൾ ഈക്വൽ ടു എന്ത് വരും, എം എൽ സ്ക്വയർ ടി റേസ് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ എന്ത് വരും, ടി റേസ് ടു -2 + 1 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, അപ്പോൾ നമുക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ കിട്ടിയില്ലേ, അതിൻ്റെ ഡയമെൻഷൻ എന്താ, എം എൽ സ്ക്വയർ ടി റേസ് ടു -1 ആണ്. കിട്ടിയല്ലോ, എം എൽ സ്ക്വയർ ടി റേസ് ടു -1. ഡയമെൻഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സിയുടെ ഡയമെൻഷൻ നമുക്കറിയാം, സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിനെയാണ് കാണിച്ചേക്കുന്നത്. സിയുടെ ഡയമെൻഷൻ നമുക്കറിയാലോ, ഡയമെൻഷൻ ഓഫ് സി m0 l t റേസ് ടു -1 ആണല്ലോ. ഇനി അടുത്തത് നമുക്ക് ആരുടെ ഡയമെൻഷൻ ആണ് ഇനി കണ്ടുപിടിക്കുന്നത്, ഡയമെൻഷൻ ഓഫ് ജി എന്ന് പറയുന്നതോ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് ജി അല്ലേ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്, നമ്മൾ ഗ്രാവിറ്റേഷണൽ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നത് എഫ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ബൈ r സ്ക്വയർ. ഇതായിരുന്നല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ.
ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ F is equal to gm1m2/r² എന്നാണ്. അതിൽ ജീനെ നമുക്ക് ജീനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ജീനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനെയും ഇപ്പുറത്തേക്ക് വിട്ടു. അപ്പോൾ FR² എന്താ mLT⁻². ഇനി m1 r² അല്ലേ ഇവിടെ കൊടുത്തേക്കുന്നത്, r². എഫിൻ്റെ കിട്ടി. ഇനി r² എന്ന് പറയുന്നത് എത്രയാണ്? r എന്ന് പറയുന്ന ഡയമെൻഷൻ എന്താ? L ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴോ L² എന്ന് വന്നു. ബൈ m1 m2 എന്ന് പറയുന്നതോ മാസ്സാണ്. അപ്പോൾ m m² വരും ആണല്ലോ. ഇനി നമുക്കിതിനെ വെട്ടിക്കളയാലോ. ഈ m വെട്ടിപ്പോവല്ലോ. ബാക്കി എന്താ വരുന്നത്? L⁻1 ഉം L⁻2 ആണ്. രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടും? L⁻3. ഇവിടെ T⁻2 ഉണ്ട്. ബൈ താഴെ ഒരു m കൂടി ഇല്ലേ? അപ്പോൾ നമുക്ക് നോക്കി G is equal to എമ്മിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാമല്ലോ. m⁻2 എങ്ങനെ വരും? -1. എമ്മിനെ മുകളിലേക്ക് കൊണ്ടുവരും. m⁻1 L⁻T⁻2 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് G എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാ? m⁻1 L⁻T⁻2 ആണ്. ഡയമെൻഷൻ ഓഫ് G equal to m⁻1 L⁻T⁻2 ആണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂസ് ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഞാൻ ഇക്വേഷൻ നമ്പർ 1 ഇവിടേക്ക് എടുത്തെഴുതി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? m0 L⁻1 T⁻0. m⁻0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. L⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 × L⁻1 എന്ന് പറഞ്ഞാൽ L⁻1 തന്നെയല്ലേ നമുക്ക് എത്ര ചെയ്താലും കിട്ടുന്നത്. ഇനി എച്ചിൻ്റെ സ്ഥാനത്തോ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് H is equal to mL² T⁻1. ഇതിന് പവർ ഉണ്ടല്ലോ, റേസ് ടു a എന്ന് എഴുതി. സി എന്ന് പറയുന്നതോ m0 L⁻1 ഹോൾ റേസ് ടു എത്രയാണ്? ഇവിടെ പവർ എത്രയാണ്? b ആണ്. അടുത്തതോ ജിയുടെ എത്രയാണ്? m⁻1 L⁻T⁻2 ഹോൾ റേസ് ടു c ആണല്ലോ. ഇനി നമ്മൾ എന്താ സ്റ്റെപ്പ് 3 ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്പ് 3 എന്തായിരുന്നു? അപ്ലൈ എന്താ ചെയ്യേണ്ടത്? ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ ആണല്ലോ. എങ്ങനെയാ ഹോമോജീനിറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്? അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ പവേഴ്സ് ഓഫ് ആരുടെ പവേഴ്സ് ആണ് ഇനി ചെയ്യേണ്ടത്? എമ്മിൻ്റെ. ആദ്യം എമ്മിൻ്റെ പവേഴ്സ് ഓഫ് എമ്മിൻ്റെ പവേഴ്സ് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയേ m⁻0 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലോ m⁻a എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമല്ലേ. അപ്പം m⁻a ഇതോ m⁻0 into b m⁻0 m⁻−1 into c m⁻−c -1 into c എന്നല്ലേ എൻ്റെ അർത്ഥം? -1 into c. അപ്പോൾ നോക്കി m⁻0 ഈക്വൽ ടു m⁻a−c എന്ന് വരും ആണല്ലോ. a⁻m into a⁻n. അപ്പോൾ നോക്കി 0 ഈക്വൽ ടു a-c ഓർ a ഈക്വൽ ടു c എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എയുടെ വാല്യൂം സിയുടെ വാല്യൂം ഈക്വൽ ആണ് എന്നാണ് അർത്ഥം അല്ലേ. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ പവേഴ്സ് ഓഫ് ആരുടെ? ഇനി എല്ലിൻ്റെ പവർ നോക്കി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ L⁻1 ഈക്വൽ ടു ഇവിടെയോ L². ഇവിടെ L² അല്ലേ? 2 into a ഉണ്ട് അല്ലേ. അപ്പോൾ L⁻2a. ഇവിടെയോ L⁻b. ഇവിടെയോ L⁻3 into c, അതായത് 3c എന്ന് വരും ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വരും? നമുക്ക് L⁻1 is equal to L⁻2a plus b plus 3c. അപ്പോൾ 1 ഈക്വൽ ടു 2a plus b plus 3c. ഇനി ബട്ട് a ഈക്വൽ ടു c എന്നാണല്ലോ. അപ്പോൾ ഇവിടുത്തെ എയുടെ സ്ഥാനത്ത് എനിക്ക് c അപ്ലൈ ചെയ്തൂടെ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ 1 ഈക്വൽ ടു
2c plus b plus 3c എന്നാവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 equal to 2c plus 3c 5c plus b എന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? ഇനി ഇതുപോലെ തന്നെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ പവേഴ്സ് ഓഫ്, ഇനി ആരുടെ പവർ? ഇനി ആരുടെയും കൂടി ഉണ്ട്, ടിയുടെയും കൂടി ഉണ്ട്. പവേഴ്സ് ഓഫ് ടി, ടിയുടെ പവർ നമുക്ക് കമ്പയർ ചെയ്യാലോ. കമ്പയർ പവേഴ്സ് ഓഫ് ടി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. ടി റേസ് ടു 0 ഈക്വൽ ടു, ഇവിടെയോ ടി റേസ് ടു -1 ഇൻറ്റു എ മൈനസ് എ, ഇവിടെയോ ടി റേസ് ടു മൈനസ് ബി -1 ഇൻറ്റു ബി, ഇവിടെയോ ടി റേസ് ടു -2 ഇൻറ്റു സി -2c. കിട്ടിയില്ലേ? അപ്പോൾ നോക്കിയേ, ടി റേസ് ടു 0 is equal to ടി റേസ് ടു -a മൈനസ് ബി -2c ആണല്ലോ. അപ്പോൾ 0 ഈക്വൽ ടു -a മൈനസ് ബി -2c. ഇപ്പം നോക്കിയേ, ബട്ട് എ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സി ആണ്. അപ്പോൾ നമുക്ക് അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ബട്ട് എ ഈക്വൽ ടു സി ആണ്. therefore 0 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു -c -b -2c. അപ്പോൾ എന്ത് വരും? ഇവിടെ 0 ഈക്വൽ ടു -c -2c എന്ന് പറയുന്നതോ രണ്ടും സെയിം സൈൻ ആണ്. അപ്പോൾ കൂട്ടാം നമുക്കത്. അപ്പോൾ -3c -b എന്ന് വരും. ഓർ ബി ഈക്വൽ ടു, ഈ ബീനെ ഇങ്ങോട്ട് കൊണ്ട് മൈനസ് സൈൻ മാറില്ല, അതായത് ബി ഈക്വൽ ടു -3c എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എ ഈക്വൽ ടു സി എന്ന് കിട്ടി. ഇനി ബി ഈക്വൽ ടു 3c എന്ന് കിട്ടി അല്ലേ? എ ഈക്വൽ ടു സി എന്നും ബി ഈക്വൽ ടു -3c എന്നുമാണ് നമുക്ക് കിട്ടിയത് ആണല്ലോ. ഞാൻ ആ ബിയുടെ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. മനസ്സിലായല്ലോ? ഈ ബിയുടെ വാല്യൂ ഞാൻ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഇനി സിയും കൂടി നമുക്ക് കിട്ടണം. സിയുടെ വാല്യൂ നമുക്ക് കിട്ടണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം നമുക്കൊരു ഇക്വേഷൻ നമ്പർ കൊടുക്കാം. ഇപ്പം ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്? നമ്മൾ എവിടെയായിരുന്നു? ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇതിന് ഞാനൊരു ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. ഇതിന് ഇക്വേഷൻ നമ്പർ 3. ഇതിന് ഞാനൊരു 4 എന്ന് കൊടുത്തു. ഇതിന് 5 എന്ന് കൊടുത്തു ആണല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 5 ഇൻ ഇക്വേഷൻ 4 എന്ന് വെച്ചാൽ ഇവിടുത്തെ ബിയുടെ സ്ഥാനത്ത്, ശ്രദ്ധിച്ചേക്കണം, ബിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 3c എന്നുള്ള വാല്യൂ നമുക്ക് കൊടുക്കണം. കാരണം നമ്മുടെ ലക്ഷ്യം എന്താ? നമുക്ക് ഇനി സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം ആണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 5 ഇൻ ഇക്വേഷൻ 4. അപ്പോൾ ഇക്വേഷൻ 4 എങ്ങനെയായിട്ട് മാറും? ഇക്വേഷൻ 4 എന്ന് പറയുന്നത് എങ്ങനെയാ വരിക? 1 ഈസ് ഇക്വേഷൻ 4 എന്തായിരുന്നു? 1 is equal to 5c plus b. 1 equal to 5c plus b ആണല്ലോ. അപ്പോൾ 1 equal to 5c plus ബിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ബി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ ബിയുടെ ഇക്വേഷൻ എന്താ? -3c ആണ്. സോ -3c എന്ന് കൊടുത്തു. അപ്പോൾ 1 is equal to എന്ത് വരും? 5c -3c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 is equal to ഇവിടെ 2c ആണ് വരുന്നത്. ഓർ c is equal to 1/2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ ഞാൻ 6 എന്ന് കൊടുത്തു ആണല്ലോ. ഇനി നമ്മളിവിടെ നേരത്തെ കണ്ടുവച്ചൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചു നോക്കിയേ. എ ഈക്വൽ ടു സി എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എയുടെ വാല്യൂം സിയുടെ വാല്യൂം ഒന്നാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? എ ഈക്വൽ ടു സി ഈക്വൽ ടു 1/2 എന്ന് വെച്ചാൽ എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/2 ആണ്, സിയുടെ വാല്യൂ 1/2 ആണ് ആണല്ലോ. ഇനി ബിയുടെ വാല്യൂ ആണ് നമുക്ക് ഇനി അടുത്തത് കിട്ടാനുള്ളത് അല്ലേ? ബിയുടെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ 5th ഇക്വേഷൻ നോക്കിയേ. ബി ഈസ് ഈക്വൽ ടു -3c ആണല്ലോ. ബി ഈസ് ഈക്വൽ ടു -3c. സി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു, സിയുടെ വാല്യൂ നമുക്കറിയാലോ, -3 ഇൻറ്റു സിയുടെ വാല്യൂ എത്രയാ? 1/2 ആണ്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു -3/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടിയല്ലോ. അപ്പോൾ എയും ബിയും സിയും നമുക്ക് കിട്ടി. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഓഫ് എ ബി ആൻഡ് സി ഇൻ ഇക്വേഷൻ 1 ആണല്ലോ. സ്റ്റെപ്പ് 4 വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട്
the values of A, B and C in 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ 1 എന്തായിരുന്നു? L is equal to K H raised to A C raised to B G raised to C. ഇതായിരുന്നല്ലോ നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ L is equal to K. Hന്റെ സ്ഥാനത്ത് H raised to Aയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? A എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ 1/2. Bയുടെ സ്ഥാനത്ത് എന്താ വരുന്നത്? -3/2 ആണ്. -3/2. G സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 1/2 എന്ന് കൊടുക്കണം. L is equal to K H raised to A ആണല്ലോ. എയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? എയുടെ വാല്യൂ കൊടുക്കണം. എന്ന് വെച്ചാൽ എന്താ? 1/2. ഇനി അടുത്ത ആര് തന്നേക്കുന്നത്? സി ആണ്. സി റേസ് ടു ബി എന്നാണ് തന്നേക്കുന്നത്. ബിയുടെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? ബി എന്ന് പറയുന്നത് -3/2 ആണ് അല്ലേ? -3/2. ജി റേസ് ടു സി ആണ്. സിയുടെ സ്ഥാനത്ത് സിയുടെ പവറിനോട് എന്ത് കൊടുക്കണം? 1/2 കൊടുക്കണം. അപ്പോൾ നോക്കിയേ, L is equal to K H raised to 1/2 G raised to 1/2. ഈ C raised to -3/2 ഞാൻ താഴേക്ക് എടുക്കുകയാണ്. അപ്പോൾ C raised to 3/2 ആയിട്ട് മാറും ആണല്ലോ. അതിൻ്റെ റിവേഴ്സ്. അപ്പോൾ L is equal to K into ഇതിന് നമുക്ക് റൂട്ടായിട്ട് എഴുതിക്കൂടെ? റൂട്ട് ഓഫ് HG/C raised to 3/2. കിട്ടിയില്ലേ? വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് നോക്കി. നമുക്കിവിടെ തന്നേക്കുന്ന ഓപ്ഷൻസിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് നോക്കി. ഓപ്ഷൻ നമ്പർ എ ആണ് അല്ലേ? ഓപ്ഷൻ എ നോക്കി. റൂട്ട് ഓഫ് HG/C raised to 3/2. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് +1 ബാക്കിലുള്ള ഇതേ മോഡൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് സ്പീഡ് ഉണ്ടാക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ സിമ്പിൾ മാത്സ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ചെറിയ മാത്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുകളയരുത്. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ റേഷ്യോ എന്താ ചോദിച്ചാൽ ദ റേഷ്യോ ഓഫ് ദി ഡയമെൻഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആൻഡ് ദാറ്റ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ പറഞ്ഞേക്കണേ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റും പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അല്ലേ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് H വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത് ബൈ. അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? I വെച്ചിട്ട് ആണല്ലോ. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ I is equal to mr² എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. ഇനി ഇനേർഷ്യ ഈസ് അത് എന്തിനാ? അപ്പോൾ നമ്മളിത് രണ്ടും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിന് രണ്ടിൻ്റെ ഡയമെൻഷൻസ് നോക്കി കഴിയുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ ഇതിൽ ഏതിൻ്റെ ഡയമെൻഷനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? നമ്മളിപ്പോൾ Hൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? നമ്മൾ നേരത്തെ Hൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചിരുന്നു. ഡയമെൻഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈസ് ഈക്വൽ ടു H ന്യൂ ആണല്ലോ. ഡയമെൻഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് H നമുക്കറിയാം ഈസ് ഈക്വൽ ടു H ന്യൂ ആണല്ലോ. അപ്പോൾ H is equal to E/ന്യൂ ആണല്ലോ. നമ്മൾ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് E എന്ന് പറയുന്നത് ml² T⁻²/T⁻1 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ടീനെ മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ml² T⁻1 എന്നാണ് Hൻ്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടുന്നത് ആണല്ലോ. ഐയുടെ എന്ന് പറയുന്നത് എന്താ? ഡയമെൻഷൻ ഓഫ് I. ഇനി അടുത്തതാണ് ഡയമെൻഷൻ ഓഫ് ഐയുടെ ഡയമെൻഷൻ എന്താ? I is equal to mr² എന്നാണ് ആണല്ലോ. അപ്പോൾ mr² എന്ന് വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതുന്നത്? I ഈക്വൽ ടു എമ്മിൻ്റെ എം തന്നെ ആറിൻ്റെയോ ഡിസ്റ്റൻസ് അല്ലേ കാണിക്കുന്നത്. അപ്പോൾ L അതിൻ്റെ സ്ക്വയർ ml² ആണ്. ഇനി ഇതിൻ്റെ റേഷ്യോ ആണ് നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞേക്കണേ. അപ്പോൾ H/I അല്ലേ? ദ റേഷ്യോ ഓഫ് എന്നല്ലേ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യനിൽ. അപ്പോൾ H/I എന്ന് പറയുമ്പോൾ എന്ത് വരും? ml² T⁻1/ml² ആണല്ലോ. അപ്പോൾ നോക്കിയേ, ഈ എമ്മും എനിക്ക് കട്ട് ചെയ്ത് കളയാലോ. അതുപോലെ തന്നെ ഈ L² എനിക്ക് കട്ട് ചെയ്ത് കളയാലോ. ബാക്കി എനിക്ക് എന്താ കിട്ടുന്നത്? T⁻1 എന്നാണ് ഡയമെൻഷൻ കിട്ടുന്നത്. ഈ T⁻1 എന്തിൻ്റെ ഡയമെൻഷൻ ആണ്?
നമ്മൾ പഠിച്ചു നേരത്തെ നമ്മൾ എന്താ പഠിച്ചത് ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്നത് is equal to 1/t ആണ് ടൈം പീരീഡിന് അല്ലേ അപ്പോൾ ന്യൂ is equal to 1/t ഈ ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ ആണല്ലോ അപ്പോൾ ഈ h/i എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് ടി ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫ്രീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് t⁻⁻1 എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് ഫ്രീക്വൻസി ആണ് എന്ന് വെച്ചാൽ ഇതിന്റെ റേഷ്യോ gives dimension of frequency so option B is correct option B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എററുകളെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് എററുകളെ കുറിച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ എററുകളെ കുറിച്ചുള്ള പ്രോബ്ലംസ് ആണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഫിസിക്കൽ ഇക്വേഷനും അതുപോലെ തന്നെ ഹോമോജീനിറ്റി അങ്ങനെ കൺവേർഷൻ കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ നന്നായി നീറ്റായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടല്ലോ ഇതുപോലത്തെ ഉള്ള പ്രോബ്ലംസ് നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കണം താങ്ക് യു